ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പം എൻ്റെ വീട്ടിലാട്ടാ. നാളെ ആട്ടാ നമ്മൾ ഇക്കാടെ വീട്ടിലോട്ട് പോവുള്ളൂ. പിന്നെ ഇവന് ഈ എടുത്തോണ്ട് നിൽക്കുന്നത് ഉറക്കാൻ വേണ്ടിയിട്ടാ. ആളെ താഴെ കിടത്തിയ ആള് കിടക്കില്ല, നമ്മളിങ്ങനെ എടുത്തോണ്ട് ഇരുന്ന് തന്നെ ഉറക്കണം. ഇക്ക വന്നതിന് ശേഷം ഇവന് ഇക്കാടെ തോളിന്ന് അറിയിട്ടില്ലാട്ടാ. ഞങ്ങളങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടാ. അപ്പൊ അപ്പുറത്തുള്ള സുമേഷേട്ടൻ വന്നിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം വീഡിയോ ഇടുമ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഹലോ എന്ന് പറയും. അപ്പൊ പുള്ളി എന്നെ എപ്പോ കണ്ടാലും ഹലോ ഹലോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇതെടുത്ത് യൂട്യൂബിൽ ഇടുന്ന പറഞ്ഞിട്ട് വീഡിയോ എടുത്താട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കടയിൽ പോകണമായിരുന്നു. പിന്നെ ഇവനെ ഏൽപ്പിക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവനും കൊണ്ട് കടയിൽ പോയി. കുറച്ച് നടക്കാറുള്ളൂ കേട്ടാ. വീടിന്റെ അവിടെ നിന്ന് കയറ്റം കയറുന്ന താമസം അത്രേ ഉള്ളൂ. പിന്നെ അവൻ എടുത്തോണ്ട് വന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ. ആളെടുത്ത് 2 നടക്കിൽ ഇറക്കുമ്പോൾ ആൾ ഉറങ്ങും. അപ്പൊ ആളൊന്ന് ഉറക്കാനും കൂടിയിട്ടായിട്ട് നമ്മൾ കൊണ്ടുപോണേ. കുറച്ചവിടെ നടന്നപ്പോഴേക്കും ആള് കിടന്ന് ഉറക്കായി. അങ്ങനെ കടയിലെത്തി നമുക്ക് മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടാ. പിന്നെ വളർന്ന് ഞങ്ങൾ നേരെ നടന്ന് വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ നല്ല ഉറക്കായിട്ടാ. ഇക്ക അവനെ നേരെ കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും തുണിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നെയ്റ്റി മേടിക്കാണ്ടായി. എന്നിട്ട് ഞാൻ പോയി നെയ്റ്റി മേടിച്ചുട്ടാ. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും മൂത്തുമാട് മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ കുറെ നേരം ആളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. മൂത്തുമാട് മോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ബന്ധുട്ടാ. എന്റെ ഉമ്മാടെ ചേച്ചിയുടെ മോനുമാണ്, പിന്നെ എന്റെ വാപ്പാടെ ചേട്ടന്റെ മോനുമാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും മര്യാദക്ക് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചിനെ ഓരോന്ന് കാണിച്ചിട്ട് എണിപ്പിച്ചോണ്ടിരിക്കാട്ടാ. ഇവനാണെങ്കിൽ ഉറക്കത്തിൽ വെച്ചിട്ട് കരച്ചിലായി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കരച്ചിലൊക്കെ മാറി ആള് ഓക്കെ ആയിട്ടാ. പിന്നെ ഞാൻ നോക്കിയപ്പോ ഫ്രിഡ്ജിലാണെങ്കിൽ കട്ടപ്പാലൊക്കെ ഉണ്ടായിരുന്നുട്ടാ. അപ്പൊ തന്നെ ഇക്കാനായിട്ട് ഓറിയോട് ബിസ്ക്കറ്റ് വാങ്ങി ഷേക്ക് അടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നൂഡിൽസിന് നല്ല കൊതിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ നൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിച്ചുട്ടാ. ഒരെണ്ണം മേടിച്ചുള്ളൂട്ടാ. എന്നിട്ട് അതിന് ഞങ്ങൾ 2 കൂടി കഴിച്ചു. ഇനിയൊക്കെ ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എന്നോട് പറയാറുണ്ട് നാട്ടിലൊരു ഉണ്ടാക്കി തന്നോളൂന്നൊക്കെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം പുള്ളിക്ക് ഓരോന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഉറക്കത്തിന് എണിച്ചുട്ടാ. അത് കഴിഞ്ഞിട്ട് വാപ്പി മോനും കൂടെ കളിക്കായിരുന്നു. നമ്മളിങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ആളിങ്ങനെ എത്തി നോക്കൂട്ടാ. പിന്നെ ചില പാട്ടുകളൊക്കെ കേൾക്കണേ ആള് ചിരിക്കും. പിന്നെ രാത്രി കഴിപ്പിക്കും ഞാനിക്ക് കൊണ്ട് ചോറ് കഴിച്ചു. പിന്നെ ഇക്കാക്കാണ് കൊഴുവ് പൊരിച്ചത് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പൊ രാത്രി ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കൊഴുവ് പൊരിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.